ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു കിടിലൊരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട്. അതിന് ഇടിഞ്ചക്ക തോരൻ നമ്മൾ വെക്കാൻ പോകുന്നത്. ഇവരെ നമുക്ക് സെറ്റായിക്കൊണ്ട് തൊലിയൊക്കെ ചെത്തി ഇച്ചിരി വലിയ പണിയുള്ള ഐറ്റമാണ്. അപ്പം കാലാവസ്ഥ ഇച്ചിരി മോശമാണ്. അതിന് മുമ്പ് നമുക്കിതിനെ റെഡി ആയിക്കൊണ്ട് വരണം. പക്ഷേ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി ബെല്ലൂൺ അടിച്ചേക്കണേ. ഇതിനെ നല്ലപോലെ പീസാക്കി തൊലിയൊക്കെ നല്ലപോലെ ചെത്തിക്കളയണം. ഇടിഞ്ചക്കയ്ക്ക് പരുവത്തിനുള്ള ചക്കയാണ്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇടിഞ്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രായമുള്ളവരൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണ്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല ഇടിഞ്ചക്ക എന്ന് പറയാൻ തോന്നുന്നു. ചക്കപ്പഴം എന്ന് പറഞ്ഞാലൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇടിഞ്ചക്ക നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമുള്ള സാധനമാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. ഔഷധ ഗുണമാണ്. ഇപ്പം ചക്കയൊക്കെ ബിസ്ക്കറ്റിനൊക്കെ പോവുക. അപ്പം നമ്മൾ ചക്ക കൊണ്ട് തോരൻ വെക്കാൻ പോവുക. തോരനല്ല, ഇടിഞ്ചക്ക വെക്കാൻ പോവുക. ഇടിഞ്ചക്കത്തോരൻ സൂപ്പറായിട്ടോ. പിന്നെ കുത്തിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കണം. ഇതിനെ നമുക്ക് ചെറിയ പീസായിട്ട് വേണം അരിയാനായിട്ട്. ഇടിഞ്ചക്ക എന്ന് പറഞ്ഞാൽ കുത്തി അരിക്കണം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. നമുക്ക് ഇത് കുത്തി അരിഞ്ഞിട്ട് ശേഷം കാണാം. ഇത് പണിയുള്ള സാധനമാണ്. നമ്മളെ ഇടിഞ്ചക്ക ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഇതിനെ താളിക്കാനായിട്ട് പോകാം. ഇടിഞ്ചക്ക തോരൻ അടുപ്പ് വെക്കുന്നതിന് മുമ്പായി ചതക്കേണ്ട സാധനങ്ങൾ: ഒരു തേങ്ങയാണെങ്കിൽ ചിരണ്ടിയിട്ടുണ്ട്, 10-25 ചുമന്നുള്ളിയുണ്ട്, 10-20 വെളുത്തുള്ളിയുണ്ട്, 6 പച്ചമുളകുണ്ട്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ഉപ്പുപൊടിയുണ്ട്, 1 ടീസ്പൂണ് ചെറിയ ജീരകം. ഇത്രയും കൂടെ നമുക്ക് ചതച്ചുകൊണ്ട് വരാം. ഇടിഞ്ചക്കത്തോരൻ താളിക്കാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കൊരു 10 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ തേങ്ങ എല്ലാം ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തേക്കാം. ചെറുതായിട്ട് ഒന്ന് പച്ചയൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് പച്ച മാറിയിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് ഇടിഞ്ചക്ക ഇവിടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം അടിക്കാൻ തുടങ്ങി. കടുകൊക്കെ പൊട്ടിച്ചപ്പോഴത്തേന് നല്ല മണം മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ വേകാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചക്കയൊന്ന് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം. പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. സൂപ്പർ ഇടിഞ്ചക്കയാണ് അന്നൊക്കെ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാനും ഉണ്ടാക്കി പഠിച്ചു തുടങ്ങി. അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം വേകാനായിട്ട്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
ഇപ്പം ബന്ധമൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ഹായ്, നല്ല പോലെയാണ്. വെള്ളമൊക്കെ നല്ല പറ്റി സൂപ്പർ നല്ല വെന്തിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഈ നോമ്പായതുകൊണ്ട് നമുക്ക് മണം പോലും പിടിക്കാൻ പാടില്ലെന്നാണ്, പക്ഷെ നമ്മുടെ തൊഴിലായി പോകേണ്ട അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആരെയും കിട്ടിയിട്ടില്ല. ഇത് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ തൊട്ട് ഉണ്ടാക്കിയ കാലം തൊട്ട് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. അതുകൊണ്ട് എനിക്കും നല്ലപോലെ വെക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് എണ്ണ കൂടെ അമ്മ പണ്ടൊക്കെ ഒഴിക്കുമായിരുന്നു. നല്ലപോലെ എണ്ണ ഒക്കെ ഇപ്പം നല്ല സൂപ്പർ മണം, പച്ച വെളിച്ചെണ്ണ മണമൊക്കെ. ഇപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ചു. സൂപ്പർ ഐറ്റമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടുള്ള കാലത്തൊക്കെ ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ചക്കയും കപ്പയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ കാലത്ത്. അപ്പം ഈ ചക്കയും കപ്പയെന്ന് പറഞ്ഞാൽ വേറെയൊക്കെ പട്ടിണിയായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത് എന്താണെന്ന് പിള്ളേർക്ക് അറിയത്തില്ല. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയൊക്കെ എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിനൊക്കെ പോവാ, കിട്ടാനില്ല. ഇവിടെ പാണ്ടിക്കാരൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോവാ. ഇത് നല്ല സൂപ്പർ, കണ്ടോ, സൂപ്പർ ഐറ്റമാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചക്കയും ഒക്കെ ഉണ്ടാക്കി കുത്തിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചേക്കണം. ഒന്നും നോക്കാനില്ല, ചക്ക എടുക്കൊണ്ട് പോവാ, കുത്തി എരിയുക, സൂപ്പറായിട്ട് ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. അപ്പം ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക്